BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. തീവണ്ടിയിലും ബസ് സ്റ്റാൻഡിലും തിരക്കുണ്ടാക്കി യാത്രക്കാരുടെ മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്നയാൾ പോലീസിന്റെ പിടിയിൽ. കണ്ണൂർ വളപട്ടണം സെയ്ബു മനസ്സിൽ മുഹമ്മദ് ഷഫീറിനെയാണ് ആലുവ പോലീസ് പിടികൂടിയത്. ഒക്ടോബറിൽ കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പുതിയ മോഷണത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. മോഷണം നടത്തിയ മൊബൈലുകൾ കണ്ടെടുത്ത് വിവിധ ജില്ലകളിലായി നിരവധി മോഷണ കേസിലെ പ്രതിയാണ്. എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിലെ നവജാത ശിശുക്കളുടെ ICU ഡിസംബർ 4 മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവർത്തിക്കില്ലെന്ന് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ M. ഗണേഷ് മോഹൻ അറിയിച്ചു. ഫയർ ആൻഡ് സേഫ്റ്റി ജോലികൾ പൂർത്തിയാക്കുന്നതിനും കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയാണ് ICU അടയ്ക്കുന്നത്. NICUവിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതുവരെ പൊതുജനങ്ങൾ സഹകരിക്കണം. സമീപ ആശുപത്രികളിൽ നിന്നും മാസം തികയാതെ ജനിക്കുന്ന നവജാത ശിശുക്കളുടെയും മറ്റ് റഫറലുകളും ഈ കാലയളവിൽ ഒഴിവാക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു. അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥനെ നിയോഗിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. മരിച്ചയാളോട് അല്പമെങ്കിലും ആദരവ് കാണിക്കണമെന്നും ഇത്തരം തർക്കങ്ങൾ കുടുംബത്തിനുള്ളിൽ പരിഹരിക്കേണ്ടതാണെന്നും ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ, ജസ്റ്റിസ് S. മനു എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. സെപ്റ്റംബർ 21 അന്തരിച്ച മുതിർന്ന CPM നേതാവിന്റെ മൃതദേഹം ഇപ്പോഴും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കണമെന്നാവശ്യപ്പെട്ട് മകൾ ആശ ലോറൻസ് നൽകിയ അപ്പീലാണ് കോടതി ഇന്നലെ പരിഗണിച്ചത്. ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിനായി വിട്ടു നൽകാൻ നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. തർക്കം പരിശോധിക്കാൻ രൂപീകരിച്ച മെഡിക്കൽ കോളേജ് സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനായി നൽകണമെന്നും ജീവിച്ചിരുന്നപ്പോൾ ലോറൻസ് പറഞ്ഞിരുന്നുവെന്നും 2 പേർ ഇതിന് സാക്ഷികളാണെന്നും മകൻ സമിതി മുമ്പാകെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സമിതിയുടെ തീരുമാനം. എന്നാൽ ശരിയായ രീതിയിലല്ല സമിതി കേട്ടതെന്ന് കാട്ടി ആശ ലോറൻസ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. മറ്റൊരു മകൾ സുജാത ബോബനും കേസിൽ കക്ഷിയാണ്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമീപിക്കേണ്ടത് സിവിൽ കോടതിയാണ്. അതല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ കോടതി ഇടപെട്ട് മധ്യസ്ഥനെ നിയോഗിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ആരെയാണ് മധ്യസ്ഥനായി നിയോഗിക്കേണ്ടതെന്നും ഇന്ന് തന്നെ അറിയിക്കണം. ഇത് കുടുംബം ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന വിഷയമായിരുന്നു. ഇത്തരം വിഷയങ്ങൾ അധിക നാളത്തേക്ക് നീട്ടിവെക്കുന്നത് ഉചിതമല്ല. മരിച്ചയാളിന് അല്പമെങ്കിലും ആദരവ് നൽകണം. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് പബ്ലിക് റിലേഷൻസ് ഓഫീസറായി KK ജയകുമാറിനെ ഡെപ്യൂട്ടേഷൻ നിയമിച്ചു. സെക്രട്ടേറിയറ്റിൽ കോർഡിനേറ്റിംഗ് ന്യൂസ് എഡിറ്ററാണ്. മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വിവിധ നിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ച ശേഷം 2014 ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ചേരുന്നത്. പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവും പത്രമാധ്യമങ്ങളിലെ കോളമിസ്റ്റും വിവർത്തകനുമായ ജയകുമാറിന് കേരളത്തിലെ ഏറ്റവും മികച്ച ഫിനാൻഷ്യൽ ജേർണലിസ്റ്റിനുള്ള കേരള ചേംബർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേരള മീഡിയ അക്കാദമിയിൽ നിന്ന് പത്രപ്രവർത്തനത്തിൽ ബിരുദാനന്തര ഡിപ്ലോമയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് ഡേറ്റ ജേർണലിസം, പബ്ലിക് റിലേഷൻസ്, അഡ്വർടൈസിംഗ് എന്നിവയിൽ വിദഗ്ധ പരിശീലനവും നേടിയിട്ടുണ്ട്. ചേർത്തല, പള്ളിപ്പുറം, കേളമംഗലം സ്വദേശിയാണ്. അപ്രതീക്ഷിതമായുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഐക്കരനാട്, മഴുവന്നൂർ, പതൃക പഞ്ചായത്തുകളിൽ ഏക്കർ കണക്കിന് കൃഷിയാണ് നശിച്ചത്. 2 ദിവസമായി തുടരുന്ന മഴയാണ് വെള്ളപ്പൊക്കത്തിനും കാരണം. ഐക്കരനാട്, മഴുവന്നൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലൂടെ ഒഴുകുന്ന ഞെരിയാംകുഴി തോട് കരകവിഞ്ഞതോടെ ഇരുവശങ്ങളിലുമുള്ള പാടശേഖരങ്ങളിൽ വെള്ളക്കെട്ടിലാണ്. 20-30 ദിവസം മുൻപ് വിതച്ച നെല്ല് വളർന്നു വരുന്നതിനിടെയാണ് വെള്ളപ്പൊക്കം. ഞെരിയാംകുഴി, കരിപ്പാൽ താഴം പാടശേഖരങ്ങളിലായി 100 ഹെക്ടറോളം നെൽകൃഷി നാശത്തിന്റെ വക്കിലാണ്. വെള്ളം ഇറങ്ങിയാലും നെൽച്ചെടികൾ ചെയ്യാനാണ് സാധ്യത. ഐക്കരനാട് പഞ്ചായത്തിലെ ചെള്ളാക്കുഴിമുറി മുതൽ തോട്ടിലെ വെള്ളം പെരുവമൊഴി എത്തി മൂവാറ്റുപുഴയാറിൽ ചേരുന്നതുവരെ ഇരുകരകളിലും വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ തോട്ടിലെ വെള്ളം ഒഴുകി പോകുന്നില്ല. വർഷങ്ങളായി തരിശുകിടന്ന കൃഷിയിടങ്ങളിൽ പോലും ഇത്തവണ കൃഷി നടത്തിയിരുന്നു. വിതച്ച് 20 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വിള ഇൻഷുറൻസ് നടപടികൾ ആരംഭിക്കുന്നത്. അതിനാൽ മിക്ക കൃഷിയിടങ്ങളിലും ഇൻഷുർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മുണ്ടകൻ കൃഷി വെള്ളപ്പൊക്കത്തിൽ നശിക്കുന്നത് അപൂർവമാണെന്നും കർഷകർ പറയുന്നു. പതൃക പഞ്ചായത്തിൽ കിങ്ങിണിമട്ടം, തമാനിമട്ടം, പാലക്കാമട്ടം പാടശേഖരങ്ങൾ വെള്ളത്തിലാണ്. വലിയ തോട് കരകവിഞ്ഞതോടെയാണ് കൃഷി നശിച്ചത്. കലങ്കിൽ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന്
പൈങ്ങാരപ്പള്ളി പുളിക്കമാലി തുപ്പമ്പടി റോഡിൽ ഗതാഗതം നിരോധിച്ചു. പുളിക്കമാലി പാമ്പ്ര മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തെ കലങ്കിലാണ് കാലപ്പഴക്കത്തെ തുടർന്ന് ഗർത്തം രൂപപ്പെട്ടത്. മഴ ശക്തമായതോടെ റോഡിന്റെ വശങ്ങളിലും ഇടിഞ്ഞു തുടങ്ങി. കലങ്കിനോട് ചേർന്നുള്ള ഭാഗത്ത് ടാറിംഗ് പൊളിഞ്ഞ് കുഴികളും രൂപപ്പെട്ടു. തോട്ടിലെ വെള്ളത്തിന്റെ ഒഴുക്കിനെ തുടർന്ന് കലങ്കിന്റെ അടിഭാഗത്തെ കല്ലുകൾ ഇളകിയതോടെയാണ് ഗർത്തം രൂപപ്പെട്ടു തുടങ്ങിയതെന്നും നാട്ടുകാർ പറഞ്ഞു. പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയ ശേഷമാണ് അപകട സാധ്യത കണക്കിലെടുത്ത് ഗതാഗതം നിരോധിക്കാൻ തീരുമാനിച്ചത്. സ്കൂൾ ബസ്സുകളടക്കം ദിവസേന ഒട്ടേറെ വാഹനങ്ങൾ പോകുന്ന പ്രധാന റോഡായതിനാൽ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.